കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ കേരളത്തിന്റെ ഭരണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ദേ ഈ ദൃശ്യം അങ്ങ് കാട്ടിക്കൊടുത്താൽ മതി. കണ്ടല്ലോ, ഒരു KSRTC ബസിന്റെ ദൃശ്യമാണ്. ഫ്രണ്ടിൽ ഗ്ലാസ് ഇല്ല, എവിടെ ഇടിച്ച് ഞണുങ്ങിയൊക്കെ ഇരിപ്പുണ്ട്. ഡ്രൈവർ ആ ബസ് ഓടിക്കുന്നുണ്ട്, ഹെൽമറ്റ് വെച്ചിരിപ്പുണ്ട്. സ്വന്തം ആരോഗ്യം രക്ഷിക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ 10 വർഷം മുന്നേ ഇതേ ബസ്സുകൾ നിരത്തിലൂടെ ഓടിയിരുന്നത് എങ്ങനെയാണ്? അതിന് ഒരു ചന്തമുണ്ടായിരുന്നു, അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സംതൃപ്തി ഉണ്ടായിരുന്നു, ശമ്പളം കിട്ടുന്ന രീതിയിലേക്ക് എല്ലാം കാര്യങ്ങളെത്തി, സ്മൂത്ത് റണ്ണിങ്ങിലായിരുന്നു. ഒറ്റ മാസം കൊണ്ട് എവിടെ കൊണ്ടുവച്ച് ഇടിച്ച് ആ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ നോക്കിയേ. അതാണ് ഇപ്പോഴത്തെ സർക്കാർ. വാചകം മാത്രമുണ്ട്, പുറകിൽ നിന്ന് നോക്കിയാൽ ആ വാചക കസർത്ത് കൊണ്ട് വന്നിരിക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചർ ആണെന്ന് തോന്നും. നമ്മൾ നേരെ മുന്നിലെത്തുമ്പോഴാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് പുറകിൽ വരുന്ന ആ ഡയലോഗ് അടിക്കപ്പുറം എങ്ങനെയാണ് ആ സർക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ആ ബസ്സിനെ നോക്കിയാൽ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. ഈ ബസ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തന്നെ ആ അകത്തിരിക്കുന്ന ഡ്രൈവർ എന്തുകൊണ്ടായിരിക്കും ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്? അയാളെ നമുക്ക് പ്രതീകാത്മക മുഖ്യമന്ത്രിയുടെ കസേരയാക്കാം. ആ കസേരയിൽ ഇരിക്കുന്ന ആൾക്കറിയാം ഇപ്പൊ തന്നെ കട്ടപ്പുറത്തായിരിക്കുകയാണ്. എവിടെയെങ്കിലും പോയി ഇത് ഇടിച്ചു നിൽക്കുമ്പോൾ തലയ്ക്കൊന്നും പറ്റാതിരിക്കാൻ ഹെൽമെറ്റ് അഡ്വാൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കാര്യം ബ്രേക്കൊക്കെ ഏകദേശം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. തുടക്കത്തിൽ തന്നെ ബ്രേക്ക് പോയി ഒരിടിയോടുകൂടി ഞണങ്ങി ഒരു സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇനി എത്ര ദൂരം ഇത് മുന്നോട്ട് പോകുന്നോ അത്ര ദൂരം പോകട്ടെ, ഇടിച്ചു നിൽക്കട്ടെ എന്ന മനോഭാവത്തിൽ ആ ഡ്രൈവർ ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഇന്നിപ്പോ കേരള സർക്കാർ എന്ന രീതിയിൽ ഈ സംസ്ഥാനത്തെ ഡ്രൈവ് ചെയ്യുന്ന അവസ്ഥ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇനി ഇതിനേക്കാൾ മികച്ച ഉദാഹരണം ഈ നാടിന് തുറന്നു കാട്ടിത്തരാനില്ല.